ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ ആമസോൺ റിന്യൂഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആമസോണിൽ പലപ്പോഴും നിങ്ങൾ ലാപ്ടോപ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പ്രൊഡക്ട്സ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്താണ് ആമസോൺ റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ബയ്യർ എന്ന രീതിക്കും അതുപോലെ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ സെല്ലർ ആവാൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ഈ ഒരു ചാനലിൽ തന്നെ ചോദിക്കാറുണ്ട് റീഫർബിഷ്ഡ് പ്രൊഡക്ട്സ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിലൊരു സെല്ലർ ആവാന്നുള്ളത്. അപ്പോൾ നമുക്ക് ആമസോണിൽ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടീഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ പൊതുവേ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ആണ് സെലക്ട് ചെയ്യാറ്. യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ ആമസോൺ റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്സ് ഒക്കെ ഇതുപോലെ റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ളത് നമുക്ക് റേറ്റ് നല്ല കുറവായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആമസോണിലൂടെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല അത് പ്രത്യക്ഷത്തിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ഉപയോഗിച്ച് പഴകിയിട്ടുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അതിന് മുകളിൽ ഉണ്ടാവില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് 6 months ഒരു സെല്ലർ വാറൻറ്റിയോട് കൂടിയിട്ടായിരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആമസോണിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ എന്താ പറയുക റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അവർ റിന്യൂഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു ജേർണി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു പുതിയ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അത് പിന്നെ അവർ എന്താ പറയുക ചെറിയ മിനിമൽ ആയിട്ടുള്ള വിയർ ആൻഡ് ടയർ ഉള്ള രീതിക്ക് അത് റിട്ടേൺ ചെയ്യുകയാണ് ആമസോണിന്. അപ്പോൾ ആമസോണിൻ്റെ പ്രൊഫഷണൽസ് തന്നെ അത് ചെക്ക് ചെയ്ത് ഒറിജിനൽ വർക്കിംഗ് കണ്ടീഷനിലേക്ക് അത് റീസ്റ്റോർ ചെയ്തിട്ട് റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണ് റിന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കമ്പാരിസൺ ചാർട്ട് കാണിക്കുന്നത്. അപ്പോൾ റിന്യൂഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ പ്രൊഫഷണൽസ് ആണ്. സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് പ്രൊഡക്ട്സ് അങ്ങനെയല്ല. റിന്യൂഡ് പ്രൊഡക്ട്സിൽ കാണാനും ഉപയോഗിക്കാനും എല്ലാം പുതിയതുപോലെ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് പ്രൊഡക്ട്സിന് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. റിന്യൂഡ് പ്രൊഡക്ട്സ് എല്ലാം എല്ലാ കംപ്ലീറ്റ് ആക്സസറീസോട് കൂടിയിട്ടാണ് ലഭിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ട്സിൻ്റെ കൂടെയുള്ള ഒറിജിനൽ ആക്സസറീസ് ആയിരിക്കും മാക്സിമം അവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഇൻ കേസ് അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള മറ്റ് ആക്സസറീസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വാറൻറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിന്യൂഡ് പ്രൊഡക്ട്സിന് വാറൻറ്റി അവൈലബിൾ ആയിരിക്കും. സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് പ്രൊഡക്ട്സിന് ഈ ഒരു വാറൻറ്റിയുടെ ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല. അപ്പോൾ റീഫർബിഷ്ഡ് അല്ലെങ്കിൽ പ്രീ ഓൺഡ് പ്രൊഡക്ട്സിൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ സെല്ല് ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ച് കട്ടിയാണ്. ആമസോൺ റിന്യൂഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന റീഫർബിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. മാത്രമല്ല അത് കാണാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനും പുതുതുപോലെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പുതുതാക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു റീഫർബിഷ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി അതിനകത്ത് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഡിഫക്റ്റീവ് പാർട്സ് ഉണ്ട് ആ ഒരു പ്രൊഡക്റ്റിനെ എന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. പിന്നെ അതിന് ശേഷം കംപ്ലീറ്റ് ഒരു തറോ ക്ലീനിങ്ങും ഇൻസ്പെക്ഷനും നടക്കും. അതിനുശേഷം റീപാക്കേജിങ് ചെയ്തിട്ടാണ് അത് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആമസോൺ റിന്യൂഡിൽ സെല്ല് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആമസോൺ റിന്യൂഡിൽ സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്. ഇവരുടെ ക്വാളിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സെല്ലേഴ്സിന് മാത്രം അവർ ഓൺബോർഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള റീഫർബിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലേഴ്സിനെ മാത്രമേ അവർ ഓൺബോർഡ് ചെയ്യുന്നുള്ളൂ. ആമസോണിൻ്റെ മില്യൺസ് ഓഫ് ലോയൽ കസ്റ്റമേഴ്സിലേക്കാണ് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു റീഫർബിഷ്ഡ് ബിസിനസ് നടത്തിക്കൊണ്ട് തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ആമസോൺ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റീഫർബിഷ്ഡ് കാറ്റഗറിയിൽ സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവരുടെ ഈ ഒരു പ്രോഗ്രാം പോളിസീസ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയുടെ പോളിസീസും വാറൻറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ
മീറ്റ് ചെയ്തിരിക്കണം. മാത്രമല്ല ഇവരുടെ പെർഫോമൻസ് ബാർ അതും മീറ്റ് ചെയ്തിരിക്കണം. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒബ്വിയസ്ലി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള പുതുത പോലെയുള്ള പ്രൊഡക്ട്സ് നല്ല പ്രൈസസിൽ തന്നെ കസ്റ്റമേഴ്സിന് വേണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആവാം, കിച്ചൺ അപ്ലയൻസസ് ആവാം, ക്യാമറാസ് ആവാം, പവർ ടൂൾസ് ആവാം, ഹോം അപ്ലയൻസസ് ആവാം, ടെലിവിഷൻ ആവാം, ടാബ്ലറ്റ്സ് ആവാം, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആവാം, വീഡിയോ ഗെയിംസ് കൺസോൾസും ആവാം. അപ്പോൾ ഇതൊക്കെയാണ് റീഫർബിഷ്ഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ആമസോൺ റിന്യൂഡിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആമസോണിൽ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആമസോൺ റിന്യൂഡിൽ സെല്ല് ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ പുതുതുപോലെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഏറ്റവും ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആമസോൺ റിന്യൂഡ് ക്വാളിറ്റി പോളിസിയും അതുപോലെ പ്രോഗ്രാം ടേംസ് ആൻഡ് കണ്ടീഷൻസും വായിച്ച് അതിനെ എഗ്രി ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾ മാനുഫാക്ചറർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഓണർഷിപ്പിൻ്റെ അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ റീസെല്ലർ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 90 ദിവസത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡേറ്റിൻ്റെ കഴിഞ്ഞ 90 ദിവസത്തിൻ്റെ 8 ലക്ഷം എങ്കിലും ചുരുങ്ങിയത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻവോയ്സസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ആ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണം ആ ഇൻവോയ്സ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇൻവോയ്സസ് സബ്മിറ്റ് ചെയ്യണം. അത് സിംഗിൾ ഇൻവോയ്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻവോയ്സസോ ആവാം. 8 ലക്ഷം രൂപ വരെയുള്ള ഇൻവോയ്സസ് ആയിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ പ്രൊഡക്റ്റ് ഇമേജസ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഏത് ബോക്സസിലായിരിക്കും അത് ഷിപ്പ് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് അത് ഷിപ്പിംഗ് ബോക്സിനകത്ത് നിങ്ങൾ വെക്കുന്നതെന്നുള്ളതും ബോക്സിനകത്ത് ആ പ്രൊഡക്റ്റ് ഇരിക്കുന്നതും പിന്നെ പ്രൊഡക്റ്റിൻ്റെ പിക്ചർ ഫ്രം ടോപ്പ് ബോട്ടം ആൻഡ് ഓൾ 4 സൈഡ്സ്, പിന്നെ പിക്ചർ ഓഫ് ദി പ്രൊഡക്റ്റ് വിത്ത് സ്ക്രീൻ ടേൺ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അതും സബ്മിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് കൊടുക്കേണ്ടത് വാറൻറ്റി പ്രൊവൈഡർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മിനിമം 6 മാസത്തെങ്കിലും സെല്ലർ വാറൻറ്റി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിനും കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് ആ പ്രൊഡക്ട്സിന് വാറൻറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇമെയിലോ അല്ലെങ്കിൽ ലെറ്ററോ നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്ട്സിന് അവർ ആ ഒരു വാറൻറ്റി അവർ കവർ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ലെറ്ററോ അല്ലെങ്കിൽ ഇമെയിലോ നിങ്ങൾക്ക് പ്രൂഫായിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാം. ഇതിൽ റെസിഡ്യുവൽ വാറൻറ്റി, അതായത് റെസിഡ്യുവൽ വാറൻറ്റി ബ്രാൻഡ് വാറൻറ്റി ആയിട്ട് അവർ കൺസിഡർ ചെയ്യില്ല. ഈ ബ്രാൻഡ് അത് കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസിഡ്യുവൽ വാറൻറ്റി എന്ന് പറയുന്നത് ഒരു അഡീഷണൽ പീരീഡാണ്. നമ്മുടെ ഒറിജിനൽ വാറൻറ്റിക്ക് മുകളിലുള്ള ഒരു അഡീഷണൽ പീരീഡാണ്. അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വാറൻറ്റി എന്ന് പറയുന്നത്. ഇനി ബ്രാൻഡ്സ് നേരിട്ട് വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വാറൻറ്റി പ്രൊവൈഡറുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിന് വാറൻറ്റി ഓഫർ ചെയ്യാം. അപ്പം അതും ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിനും നിങ്ങൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി ആമസോണിൽ ഒരു സെല്ലറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ODR, അതായത് ഓർഡർ ഡിഫക്റ്റ് റേറ്റ് 0.8% താഴെ ആയിരിക്കണം കഴിഞ്ഞ 60 ദിവസത്തിനകത്തായിട്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ റിന്യൂഡ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഈസി ഷിപ്പ് വഴിയോ അല്ലെങ്കിൽ MFN മെർച്ചൻറ്റ് ഫുൾഫിൽ നെറ്റ്വർക്ക്സ് വഴിയോ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എക്സെപ്റ്റ് ഒരു സർട്ടൻ കാറ്റഗറി, അതായത് ലാർജ് ആയിട്ടുള്ള അപ്ലയൻസസ്, റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊഴികെ ഈസി ഷിപ്പ് അല്ലെങ്കിൽ MFN ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ FBAയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം സെല്ലർ ഫ്ലെക്സോ അല്ലെങ്കിൽ ആമസോൺ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സ് വഴിയോ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാം. ആപ്പിൾ ഒഴികെയുള്ള ബ്രാൻഡ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷെയർ യുവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്തതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾക്ക് ഒരു റിപ്ലൈ കിട്ടും 10 ബിസിനസ് ഡേയ്സിനകത്ത്.
അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ ഓൾറെഡി രജിസ്റ്റേർഡ് സെല്ലർ അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.